അമ്മ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? സുമി, നീ ഇങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കാതെ. കുട്ടികൾ വിദേശത്ത് പഠിക്കാനും ജോലിക്കുമൊക്കെ പോകുന്നത് ആദ്യമായിട്ടാണോ? ഇതങ്ങനെയാണോ? അവൾ +2 കഴിഞ്ഞതല്ല ഉള്ളൂ. ഇതുവരെ അവിടെ കാര്യങ്ങളെല്ലാം ഞാനല്ലയോ നോക്കിയത്. ഇത്ര ദൂരം വരെ അവള് ഒറ്റയ്ക്ക്. എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അയ്യേ, എന്തോന്നടി ഇത്? നിന്റെ പറച്ചിൽ കേട്ടാ വിദേശത്ത് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന അവളാന്ന് തോന്നുമല്ലോ. എന്തെങ്കിലും കുഴപ്പത്തിലാ ചെന്ന് ചാടുന്നെങ്കിൽ ആര് കാണും? ഈ ലോണൊക്കെ എങ്ങനെ അടയ്ക്കും? എനിക്കാണെങ്കിൽ ഓർത്തിട്ട് അവളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അവൾ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോ ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ? എന്തെല്ലാം പറയാനുണ്ട്. ആ തോട്ടുവായിലെ ശ്യാമള ചേച്ചിയുടെ മോള് USA പോയിട്ട് 6 മാസം തേച്ചോ. അങ്ങനെ ആരുടെയെല്ലാം കാര്യങ്ങള്. ഏത് ശ്യാമള ചേച്ചി? പിന്നെ ശശി എന്നെ ശ്യാമള ചേച്ചി അറിയത്തില്ല. ശശിയണ്ണന് എന്തെങ്കിലും പറഞ്ഞ അവളെ ഒന്ന് പിന്തിരിപ്പിക്ക്. നിങ്ങൾ പറഞ്ഞ അവള് കേൾക്കും. ഞാൻ പറഞ്ഞു നോക്കാം. മീനു, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇത്രയും പൈസയൊക്കെ മുടക്കി വിദേശത്ത് പഠിക്കാൻ പോയിട്ട് എന്തേലും സംഭവിച്ചാലുണ്ടോ? എന്ത് സംഭവിക്കാൻ അച്ഛാ? ആർക്കെല്ലാം അബദ്ധം പറ്റിയേക്കുന്നു? ആർക്ക്? തോട്ടുവായിലെ ശശിയണ്ണന്റെ ശ്യാമള ചേച്ചിയുടെ മോൾ ആര്യ USA പോയിട്ട് 6 മാസം ആവുന്നതിന് തിരിച്ചു വന്നു. അത് നീ അറിഞ്ഞില്ലേ? തോട്ടുവായിലെ ശശി അണ്ണനോ? ഏത്? അതൊക്കെ അങ്ങോട്ട് തിരക്കണം. എടി, ഇത് നല്ല കൺസൾട്ടൻസി ആണെന്നോ ഇവർക്ക് വല്ല എക്സ്പീരിയൻസും ഉണ്ടോന്നോ വല്ല നീ അന്വേഷിച്ചിട്ടുണ്ടോ? അച്ഛാ, അമ്മയെ പോലെ എല്ലാം ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കാതെ. ഞാൻ എന്തുവടി നെഗറ്റീവ് ചിന്തിച്ചത്? അമ്മ, ഈ 1% എബ്രോഡിനെ കുറിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും അറിയുമോ? എനിക്കൊന്നും അറിയില്ല. QS റാങ്കിങ് എന്ന് കേട്ടിട്ടുണ്ടോ? ആ, വേൾഡിലെ യൂണിവേഴ്സിറ്റികളുടെ ഗുണനിലവാരം വിലയിരുത്തി പബ്ലിഷ് ചെയ്യുന്ന ഒരു സംവിധാനമാണത്. ആ റാങ്കിങ്ങിലെ ടോപ്പ് 100 യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഇവർ അഡ്മിഷൻ റെഡിയാക്കുന്നത്. കേംബ്രിഡ്ജ്, ഹാർവാർഡ്, ഓക്സ്ഫോർഡ് തുടങ്ങിയ യൂണിവേഴ്സിറ്റികളൊക്കെയായി ഇത്. അതുകൊണ്ട് എവിടെങ്കിലും പോയി പഠിക്കുന്നതിലല്ല, നല്ല യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്ത് പഠിക്കുന്നതിലാണ് കാര്യം. അത്രേ ഉള്ളൂ. തന്നെയല്ല, ഡിഗ്രി കഴിഞ്ഞവർക്ക് ഇറാസ്മസ് മുണ്ടസ് പോലെയുള്ള സ്കോളർഷിപ്പുകളുണ്ട്. യൂറോപ്യൻ യൂണിയൻ നൽകുന്ന പ്രശസ്തമായ മാസ്റ്റേഴ്സ് സ്കോളർഷിപ്പാണ് ഇറാസ്മസ് മണ്ടസ്. ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ടാലുണ്ടല്ലോ, യൂറോപ്പിലെ വ്യത്യസ്ത രാജ്യങ്ങളിലെ സർവകലാശാലകളിൽ മാറി മാറി പഠിക്കാം. അതൊന്നും ചുമ്മാതെ അങ്ങ് പറ്റില്ല. അതിനൊക്കെ കുറച്ച് കഴിവൂടെ വേണം. അതാ ഇവരുടെ പ്രത്യേകത. ഇവർ ചുമ്മാതങ്ങ് എബ്രോഡ് കൊണ്ടുപോകല്ല. ഇവർ നമ്മുടെ പ്രൊഫൈൽ ഇവാലുവേഷൻ നടത്തും. നമ്മുടെ അഭിരുചിയും ശേഷിയും നല്ലവണ്ണം ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഏത് രാജ്യത്തെ യൂണിവേഴ്സിറ്റി പോകണമെന്നും എന്ത് കോഴ്സ് പഠിക്കണമെന്നൊക്കെ തീരുമാനിച്ചാൽ മതി. അങ്ങനൊക്കെയാണെ സെറ്റപ്പ് ആയിരിക്കും. എന്തോന്ന്? അവളീ പറഞ്ഞൊക്കെ ശരിയാടൂ. ഞാനും ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചതാ. എന്നാ പിന്നെ നമ്മുടെ അഖിലിനെ കൂടെ വിട്ടാലോ? മിനു, നീ ഒന്ന് പറഞ്ഞു നോക്ക്. അവൻ കൂടി രക്ഷപ്പെടട്ടെ.